നമ്മൾ ഈ വരുന്ന സന്തോഷമെല്ലാം ഇവിടെ നിൽക്കുന്ന ഇതിൽ പലപ്പോഴും എനിക്ക് പറ്റിയിട്ടുള്ളതാണ്. വരുന്ന സന്തോഷമെല്ലാം ഇവിടെ വെച്ചിട്ട് വാഴക്കൂമ്പ് എടുത്ത് പുറത്തിടാന്നൊക്കെ വിചാരിച്ച് ഇതിനകത്ത് വെച്ചില്ല. കാരണം വാഴക്കൂമ്പ് ഇങ്ങനെ റോ ആയിട്ടിരിക്കുന്നത് അതാണ്. ഹലോ, ഇന്നത്തെ എൻ്റെ യാത്ര ഷാർജയിലേക്കാണേ. ഷാർജയിൽ നിന്നും നാളെ UK പോകുന്നു. നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജേർണി ഇന്നിവിടെ നിന്ന് ആരംഭിച്ചു. എൻ്റെ ലഗേജ് ഇതാണ്. ലഗേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിപ്പെൻസ് ആണ്, ഓരോ ടിക്കറ്റിനും ഓരോ ലഗേജാണ്. എനിക്ക് 2 ബാഗ് 30 kg ടോട്ടൽ 30 kg, പിന്നെ ഹാൻഡ് ലഗേജ് 10 kg ഉണ്ടായിരുന്നു. ഞാൻ ആകെ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചു. എന്തുകൊണ്ടാണെന്നറിയില്ല, കാർത്തിക്ക് വരാത്തത് കൊണ്ടാണോ ആകെ ഞാനൊരു മൂഡ് ഔട്ടായിരുന്നു. ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല. എപ്പോഴും ഞാൻ കാർത്തിക്കിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു, ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഹലോ, അങ്ങനെ ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. ഇപ്പോൾ രാവിലെ 1:30 ഏർലി മോർണിംഗ്. എനിക്ക് 4:50 ഫ്ലൈറ്റ്. സോ ഞാൻ ഒരു 2 o'clock ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല ഉറക്കം. ഇപ്പോഴൊക്കെയാണ് എല്ലാവരും ഉറങ്ങിയത് കേട്ടോ. പാക്കിങ് എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എനിക്ക് ഇവിടുന്ന് 35 kilos കൊണ്ടുപോകാം. അപ്പോൾ അതേസമയം അവിടെ നിന്ന് UK 25 kilos ഉള്ളൂ. ഇവിടുന്ന് ഡബിൾ ബാഗ് കൊണ്ടുപോകാം. എല്ലാവരും പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 2 piece ബാഗേജ് എടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈ 35 kilos അല്ലെങ്കിൽ എത്രയാണോ കിലോ അതെല്ലാം സിംഗിൾ ബാഗിൽ കൊണ്ടുപോകേണ്ടി വരും. ഹാൻഡ് ബാഗ് ഒന്ന് മാത്രമേ സമ്മതിക്കത്തുള്ളൂ, നമ്മുടെ ക്യാബിൻ ബാഗ്. പിന്നെ വലിയ ബാഗ് വാനിറ്റി ബാഗ് ആണെങ്കിൽ അത് അവർ ഒബ്ജക്റ്റ് ചെയ്യും. അതുകൊണ്ട് അതെല്ലാം ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതായത് ക്യാബിൻ ബാഗേജ് 7 kilo പറ്റും. പിന്നെ ഒരു ഹാൻഡ് ലഗേജ് ചില ഡിപ്പെൻസ്, അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി പോലെ ഇരിക്കും. അപ്പോൾ ചിലർ സമ്മതിക്കും, ചിലർ പറയും പറ്റില്ല, ഒറ്റ ബാഗേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാനൊരു കുഞ്ഞ് പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ മറ്റേ വലിയ ബാഗിനകത്ത് എടുത്തിടാം എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിലൊക്കെയാണ് പോകുന്നത്. എപ്പോഴും ടെൻഷനാണ് നമുക്ക്, ലഗേജസൊക്കെ എങ്ങനെ വരും, എത്രയൊക്കെ. എനിക്ക് കറക്റ്റൊക്കെ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ഓട്ടോ വരും. ഞാൻ ഇവിടെ നിന്ന് അടുത്തല്ലേ, ഓട്ടോയിലാണ് ഞാൻ പോകുന്നത്. ഓട്ടോ വരും. മഴയൊക്കെ പെയ്യുന്നുണ്ട്, ഇപ്പം നിന്നു. അങ്ങനെ കാർത്തിക്കില്ലാതെ ആദ്യത്തെ ദുബായ് യാത്രയാണ് എൻ്റെത്. അതുകൊണ്ടൊരു വിഷമമുണ്ട്. ഉറങ്ങിയിട്ടില്ല, ശകലം പോലും ഉറങ്ങിയിട്ടില്ല. ഇനി ഫ്ലൈറ്റ് കയറിയിട്ട് കുറച്ചൊക്കെ ഉറങ്ങുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടുള്ള വിശേഷങ്ങൾ വഴിയെ കാണിക്കും. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന ഈ ലഗേജിൻ്റെ വെയിറ്റാണ്. എനിക്കും അതേപോലെ തന്നെ ഉണ്ടായി. അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തി. ഇനി ഞാൻ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിനി ഇതൊക്കെ കൊണ്ട് കൊടുത്ത് ഞാൻ ഇനി കുറച്ചൊരു നല്ല ക്യൂ ഉണ്ട് കേട്ടോ. രാവിലെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഞാനൊന്ന് പോയിട്ടെ. നമ്മൾ എയർപോർട്ടിലെത്തിയാൽ ആദ്യം കാണുന്ന കൗണ്ടർ ഇതാണ്, അതായത് ഫ്ലൈറ്റിൻ്റെ കൗണ്ടർ. ഇവിടെ നിന്നാണ് ബോർഡിംഗ് പാസും ബാക്കി വെയിറ്റും ഒക്കെ നോക്കി വിടുന്നത്. ഇതാണ് ഫസ്റ്റ് കൗണ്ടർ. ഇതെന്താണെന്നറിയോ, എനിക്ക് 4 kilo ലഗേജ് എക്സസ് ആയിരുന്നേ. അപ്പോൾ ഞാൻ ഈ കോട്ടൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് കുറച്ച് ഞാനെടുത്ത് ഇതിനകത്തെല്ലാം വെച്ചു. ഇത് കണ്ടോ, തേയില ഇങ്ങനത്തെ സാധനമൊക്കെ ഇതിനകത്ത് കുറച്ചെടുത്ത് മാറ്റി. പക്ഷെ 4 kilo ഒന്നും മാറാനുള്ള ചാൻസ് ഇല്ല. കാരണം ഇതിനകത്തും ഞാൻ കുറച്ച് ഇതൊക്കെ എന്തൊക്കെയോ ചിപ്സ്. അപ്പോൾ അവർ പറഞ്ഞാൽ അതൊക്കെ ഹാൻഡ് ലഗേജ് കൊണ്ടുപോകാൻ പറ്റും. ചേന എടുത്ത് വെച്ചിട്ടുണ്ട്. ദൈവമേ, സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചേനയൊക്കെ ഞാനെടുത്ത് പുറത്തിടേണ്ടി വരും. അങ്ങനെ ആകെ ജഗവകയായിട്ടാണ് പോകുന്നത്. 4 kg എക്സസ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ ഞാൻ കുറച്ച് കോട്ട്, അവൻ്റെ കോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊരു 7 kg ഉണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ, അതില്ലാതെയാണ് ഈ 4 kg എക്സസ് വന്നത്. ഇത് കണ്ടോ, ഓൾമോസ്റ്റ് അവൻ്റെ ഒരു ഷർട്ട്, എൻ്റെ ഒരു ഓവർകോട്ട്, ഇതെല്ലാം ഞാൻ പുറത്തെടുത്ത് ആകെ ഈ ഒരു പരുവത്തിൽ ഞാനിനി വീണ്ടും പോകാൻ പോവുകയാണ്. ഇപ്പം ഞാൻ അവിടെ ചെന്ന് അടികൂടിയാൽ അവരൊന്നും കേൾക്കത്തില്ല കേട്ടോ. എന്തായാലും നോക്കാം. ഞാനങ്ങനെ വീണ്ടും വന്നൊരു അഗതിയായിട്ട് ഇവിടെ ക്യൂ നിൽക്കണം. ഓരോരുത്തർക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് 2 വലിയ ബാഗുണ്ട്. അപ്പോൾ ലഗേജൊക്കെ പാക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വലിയ ബാഗൊന്നും കൊണ്ടല്ല, 34 kg ഉള്ളൂ. അപ്പോൾ എനിക്ക് 38 kg ഉണ്ടായിരുന്നു. 1 kilo പോലും അവർ ആലോചിച്ചില്ല. അടുത്ത് ഞാനിനി എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുത്ത് കളയുകയാണ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാഗ് എനിക്ക് ഫുള്ളായി. ഇത് ഞാൻ ഞാനൊരു മണ്ടത്തരം കാണിച്ചൊരു വലിയ ബാഗ് ക്യാബിൻ അതേപോലത്തെ ഒരു ക്യാബിൻ ബാഗ് എടുത്തോണ്ട് വന്നാൽ മതിയായിരുന്നു. ഈ കൊച്ചാണ് എനിക്ക് ചെയ്യുന്നത്. അത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ എനിക്ക് 30.4, ശരിക്കും പറഞ്ഞാൽ 30 കിലോഗ്രാമേ പറ്റത്തുള്ളായിരുന്നു. ഞാൻ വെച്ച് 34 ആണ്. അങ്ങനെ കുറേയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ഇതേ കണ്ടില്ലേ, കോട്ടിട്ടു, 2 എണ്ണം കയ്യിൽ വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഇങ്ങനെ ഇനി ഞാൻ മുകളിൽ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ അവിടെ ചെല്ലുമ്പോഴാണ് ചെയിന് പുറത്തിടും. പിന്നെ വാഴക്കൂമ്പ് എടുത്ത് പുറത്തിടാന്നൊക്കെ വിചാരിച്ച് ഇതിനകത്ത് വെച്ചില്ല. കാരണം വാഴക്കൂമ്പ് ഇങ്ങനെ റോ ആയിട്ടിരിക്കുന്നത്, അത് ആൾക്കാർ കണ്ട് ചിരിക്കും. മാത്രമല്ല അവരെടുത്ത് കളയും. ഇപ്പം തന്നെ ചോദിച്ചു പിക്കിളോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊന്നും ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. ചിപ്സൊക്കെ ഉണ്ട്. പക്ഷെ ഇവർ പറയുന്നല്ലോ മുകളിൽ സെക്യൂരിറ്റി ചെക്കിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അറിയാം എന്തോ ആണ് സംഭവം എന്നുള്ള. ഓക്കെ, നോക്കാം എന്തോ ആണെന്നുള്ളത്. എന്തായാലും തമാശ തന്നെ, സമയമുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഈ കോട്ട് ഒന്ന് ഞാൻ ഇട്ടു, ഇതൊന്നും അവൻ്റെ ഷർട്ടാണ്. പിന്നെ ഈ ഒരു ബാഗ് തവളയെ എന്തോണം പാമ്പിനെ വിഴുങ്ങിയ തവളയെ പോലെ ഇരിക്കുന്നതുണ്ട. ഫുൾ ഫുഡ് ഐറ്റംസൊക്കെ എടുത്ത്. സാധാരണ ഞാൻ ക്യാബിൻ ബാഗിൽ ഒരു ഫുഡ് ഐറ്റം കൊണ്ടുപോകത്തില്ല. അപ്പോൾ നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഇനി ഭാഗ്യം കൊണ്ടെല്ലാം നല്ലതുപോലെ നടന്നു. എല്ലാം കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അകത്ത് വന്ന് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായക്ക് വില ചോദിച്ചപ്പോൾ നോർമൽ ടീ 160 തോന്നുന്നു. കുറേ സ്നാക്സൊക്കെ വരുമ്പോൾ ഇതൊന്നും എനിക്ക് വേണ്ട, ഞാൻ ചായ കുടിക്കുമ്പോൾ തലവേദന മാറുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ 160 രൂപയുടെ ചായയാണ്. പഞ്ചസാര നമ്മൾ തന്നെ ഇടണം. അവർ ചായ ഉണ്ടാക്കി മെഷീനിൽ ചായ ഉണ്ടാക്കി തരും. വിത്തൗട്ടാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഒത്തിരി ഷുഗർ ഉണ്ടാകും. അങ്ങനെ അത് കുടിക്കാനായിട്ട് ഒരിടത്ത് പോയിരുന്നു റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇതൊരു 160 ആണ് കേട്ടോ. ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ 160 റുപ്പീസാണ്. എയർപോർട്ടിലെല്ലാം അങ്ങനെയാണ്. പക്ഷേ ഞാനൊരു റാൻഡാക് ടാബ്ലറ്റ് വാങ്ങിച്ചിരുന്നു, അത് MRP തന്നെയാണ്. പക്ഷേ എയർപോർട്ടിൽ ബാക്കി എല്ലാം 3 ടൈംസ് നമ്മൾ പ്രൈസ് കൊടുത്ത് വയ്ക്കണം. പക്ഷേ എന്തായാലും ഒരു ചായ കുടിച്ചില്ലെങ്കിൽ ഒരു തലവേദന വരും എന്നതുകൊണ്ട് 160 രൂപ കൊടുത്ത് ഞാൻ ഈ ചായ വാങ്ങിച്ച് കുടിക്കുകയാണ് ഫ്രണ്ട്സ്. ഇപ്പം ഞങ്ങൾക്ക് ചായ കുടിച്ചിട്ട് കാണാം. സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. അത് ക്യാമറ എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ചായയും വാങ്ങിച്ച്. ഞാൻ പറഞ്ഞില്ലേ 160 രൂപയാണ് ചായക്ക്. 160 രൂപ എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്ര രൂപയാണ്? നമ്മളൊരു 30 മാക്സിമം ഒരു ലുലുവിലൊക്കെ പോയാൽ 30 റുപ്പീസല്ലേ കൊടുക്കണം. ചായ 160 രൂപയുടെ ചായ കുടിക്കട്ടെ. ഒരു എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് കിടപ്പുണ്ട്. ഖത്തറിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ നോക്കിയപ്പോൾ അതങ്ങ് പോയി. നമുക്ക് എക്സസ് ലഗേജ് ആണെങ്കിൽ ഓരോ കിലോ എക്സസ് വെയ്റ്റിന് 64 ദറംസ്, അതായത് 64 × 22 എമൗണ്ട്, ഒരു 1500 ആ ഒരു റേഞ്ചിലേക്ക് വരും. നമ്മൾ എക്സസ് എടുക്കണം. അതിനേക്കാളും ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ കൊണ്ടുപോകേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നുമില്ല, എടുത്ത് മാറ്റുകയേ വഴിയുള്ളൂ. പക്ഷേ എന്തായാലും ഞാൻ എൻ്റെ ഹാൻഡ് ലഗേജിൽ അത് അഡ്ജസ്റ്റ് ആക്കിയത് കൊണ്ട് എനിക്ക് വലിയൊരു എമൗണ്ട് അടയ്ക്കാതെ രക്ഷപ്പെടാൻ പറ്റും. ഇത് നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ലാസ്റ്റ് ലോഞ്ച് ചെയ്തിട്ട് നമ്മളെ ഫ്ലൈറ്റിലേക്ക് വിളിക്കുമ്പോൾ അവിടെ നമ്മൾ ബോർഡിംഗ് പാസ് കാണിച്ച് ക്ലിയർ ചെയ്യുന്നതാണ്. ഇതാണ് ലാസ്റ്റിൽ നമുക്കുള്ള ചെക്കിങ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഫ്ലൈറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ ബോർഡിംഗ് പാസ് കാണിക്കണം. പിന്നെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാഫായിരിക്കും ഇവിടെ നമ്മുടെ വിമാനം കിടപ്പുണ്ട്. ഹാൻഡ് ലഗേജ് റെഡിയാക്കുമ്പോൾ, അതായത് ക്യാബിൻ ലഗേജിൽ നമുക്ക് ലിക്വിഡ് ഐറ്റംസ് ഒന്നും പറ്റില്ല, പിക്കിൾസ് ഒന്നും പറ്റത്തില്ല. പവർ ബാങ്ക്, ബാറ്ററി, ചാർജേഴ്സ് ഇതെല്ലാം നമ്മൾ ക്യാബിൻ ബാഗേജിൽ വേണം ഇടാനായിട്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് നേരം ഞാൻ ഉറങ്ങി, എല്ലാവരും ഉറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1 hour കഴിഞ്ഞപ്പോഴത്തേക്കും ഓർഡർ ചെയ്തിരുന്നു. പ്രീ ഓർഡർ ആയിരുന്നു ഇത്. നമ്മുടെ ഫ്രൂട്ട് സലാഡാണ്. നേരത്തെ എപ്പോഴോ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഫ്രൂട്ട് സലാഡ് മാത്രമേ ഞാൻ അതിനകത്തുനിന്ന് കഴിക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ സ്ഥിരം അത് തന്നെയാണ്. നല്ല തണുത്തതായിരുന്നു. അതുകൊണ്ട് ഞാനൊരു ഹോട്ട് ടീ വാങ്ങി. ഈ ഹോട്ട് ടീക്ക് എൻ്റെ കയ്യിൽ ദിറംസ് ഇല്ലായിരുന്നത് കൊണ്ട് 200 രൂപ വാങ്ങി. പക്ഷേ 1 ദിറം തിരിച്ചു തന്നത് 22 രൂപയോളം തിരിച്ചു തന്നു. പക്ഷേ അതെന്തോ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വെളിയിലേക്ക് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് വന്നിട്ട് ആ ക്ലൗഡ്സ്, ഈ ക്യാമറയുടെ ഭംഗിയെല്ലാം നേരിട്ട് കാണുമ്പോൾ ഭയങ്കര നല്ലൊരു ആംബിയൻസാണ്, സൺ നിൽക്കുന്നതാണ്. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ ഒരു ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്നത് ആർക്കും വേണ്ടാത്ത ഈ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതും നല്ല തണുത്ത് മരവിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്നാലും ഞാൻ കഴിച്ച് തീർത്തു. ഒരു ചെറിയ ബോട്ടിൽ വെള്ളവും ഒരു 200 ml വെള്ളവും തന്നു. അതിൻ്റെ കൂടെ ബ്ലാക്ക് ടീ കൂടി ഞാൻ കുടിച്ചു. ഇങ്ങനെയാണ് ഈ ബ്ലാക്ക് ടീ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഷുഗറൊക്കെ ഇട്ടപ്പോഴത്തേക്കും എല്ലാം പുറത്തു പോയി കേട്ടോ. എന്തായാലും ഫ്ലൈറ്റിൽ നിന്ന് എന്ത് വാങ്ങിച്ച് കഴിക്കാനും നമുക്കൊരാഗ്രഹം തോന്നും. പക്ഷേ കഴിവതും വാങ്ങിക്കാതിരിക്കുക, ഭയങ്കര ചാർജുണ്ട്. ഇത് വീണ്ടും ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഭയങ്കര രസമായിട്ട് മേഘങ്ങൾ കിടക്കുന്ന കണ്ടാൽ നമുക്കൊരു സീ പോലെ തോന്നും. മേഘങ്ങളാണ് കേട്ടോ.
അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞാൻ കുറേ നേരം ഇരുന്നു. വീണ്ടും എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ പിന്നെയും കുറച്ച് നേരം ഉറങ്ങി. വളരെ ചെറിയ വിൻഡോയാണ്. ഞാനതെൻ്റെ കൈ വെച്ച് മെഷർ ചെയ്തു. കാരണം ഞാനിനി A380 എന്ന വിമാനത്തിലായിരിക്കും ഞങ്ങൾ UK പോകുന്നത്. അപ്പോൾ അത് ആയിട്ടുള്ള കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ വെറുതെ അതിൻ്റെ ഇത് A320 എന്നുള്ള വിമാനമാണ്. അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഒരു ഇതുണ്ട്. അതൊക്കെ നോക്കി, ബ്രോഷറൊക്കെ നോക്കി വായിച്ചിട്ട് വീണ്ടും ഞാൻ കുറച്ച് നേരം കൂടി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഷാർജ ലാൻഡ് ചെയ്തു. ഷാർജ എയർപോർട്ട് ദുബായ് എയർപോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ചെറുതാണ്. പക്ഷേ ഞാൻ കാണുന്ന കൺവീനിയൻസ് എന്താണെന്ന് വെച്ചാൽ തിരക്കില്ല. അങ്ങനെ എൻ്റെ 2 ബാഗും ആദ്യം തന്നെ എത്തി. അതെടുത്ത് പുറത്തിറങ്ങിയ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ലഗേജും എടുത്ത് പുറത്തിറങ്ങി എനിക്ക് പറ്റിയ അബദ്ധം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം നിങ്ങളോട്. അതുവരെ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.